ഹായ് ഗായ്സ്. ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ പൂനൂർ പോവുകയാണ്, താമരശ്ശേരി പോവുകയാണ്. എൻ്റെ മൂത്ത സിസ്റ്ററിന് വയ്യാന്ന് കേട്ടു. അവൾക്ക് BP-യുടെ ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പം ഞാൻ കരുതി ഒന്ന് പോയി നോക്കിയേക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 2 വീലറിൻ്റെ മുകളിലാണ് പോകുന്നതെന്ന്. അല്ല കേട്ടോ, ഞാൻ ബസ്സിനാണ് പോകുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് അരുൺ എന്നെ കൊണ്ടുവച്ചാക്കി തരുന്നതാണ്. ഞാൻ കാർ എടുത്തിട്ടില്ല. അവിടെ എത്തിയാൽ വാപ്പ ഉണ്ടാവും, വാപ്പയുടെ ഓട്ടോ ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടുന്ന് ഞാൻ ബ്ലോക്കിൽ കൂടി വണ്ടി ഓടിച്ചിട്ട് പോവണ്ടല്ലോ എന്ന് കരുതിയിട്ട് കാർ എടുത്തിട്ടില്ല. അതുകൊണ്ട് ബസ്സിനാണ് പോകുന്നത്. ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. നേരെ ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് കുറച്ച് എനിക്ക് എന്താ പറയുക, എൻ്റെ കുറച്ച് ചുരിദാറൊക്കെ ഡിസൈൻ ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടാട്ടോ ഞാൻ ബസ് കയറാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ ഞാൻ ബസ് കയറി ഉള്ളേരിന്ന് ബാലുശ്ശേരിയിലേക്കാട്ടോ ബസ് കയറിയത്. എന്താ വെച്ചാൽ ബാലുശ്ശേരിയിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ. തിരിച്ച് വരുമ്പോൾ മേടിക്കുകയാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് മേടിച്ച് വെക്കാമല്ലോ എന്ന് കരുതി നേരെ ഫാൻസിയിലേക്കാട്ടോ പോയത്. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എനിക്കെന്താ സാധനം മേടിക്കാനുള്ളതെന്ന്. അതെ, കുറച്ച് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയതാണ് എൻ്റെ കയ്യിൻ്റെ മുകളിൽ ഏതൊക്കെ ഷെയ്ഡാണ്, ഏതൊക്കെ ഭംഗിയുള്ളത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഷെയ്ഡ് ഇട്ടിട്ട് ഞാൻ നോക്കിയത്, അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അങ്ങനെ ഒന്ന് ഇതെടുത്തു കേട്ടോ. 2 എനിക്കും എടുത്തു, 2 മോൾക്കും എടുത്തു. മോൾക്കൊരു ഐ ഷാഡോ പാലറ്റ് എടുത്തു. അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തു. എല്ലാം കൂടി 1400 സംതിങ്ങിനെ കണ്ടു. ലിപ്സ്റ്റിക്കും ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലെനിക്ക് മിക്കതും നല്ല കളറായിട്ടാണ് തോന്നിയത്. ഇനി ഒരു പ്രാവശ്യമല്ലേ ഇട്ട് നോക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊന്നും പിടുത്തം കിട്ടൂലല്ലോ. പിന്നീട് ഇടുന്ന സമയത്തല്ലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ബസ് ഇറങ്ങി ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ട് പോവുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങ് ദൂരേന്ന് നോക്കിയാൽ അപ്പുറം വാപ്പി എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റൂ കേട്ടോ. വാപ്പി എന്നെയും നോക്കി നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അവിടെ മുമ്പിലൊക്കെ വണ്ടി ഉള്ളത് കൊണ്ടേ. അപ്പോൾ എന്നെയും കാത്ത് അവിടെ നിൽക്കുകയാണ് വാപ്പി. ചിലർ അവിടെ വണ്ടി നിർത്തി തരും. ഞാൻ പിന്നെ ഈ ചേട്ടനോട് അവിടെ വണ്ടി നിർത്തി തരുമോ എന്നൊന്നും ചോദിച്ചില്ല. ചോദിച്ചാൽ ചിലപ്പോൾ നിർത്തി തന്നേനെ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഇറങ്ങി നടന്നേക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കരുതി അങ്ങനെ നടന്നതാ. ഇതെൻ്റെ മോളുടെ കുഞ്ഞിലേ ഉള്ള ഫോട്ടോ ആട്ടോ. മോള് എന്നെപ്പോലെയാണ്, നല്ലോണം ഹെയറൊക്കെ ഉള്ള ഒരാളാട്ടോ. അപ്പം എൻ്റെ മോളുടെ ഫോട്ടോ ആണ് അത്. അങ്ങനെ എന്നും ഓട്ടോയിൽ കയറി ആയിട്ട് ചെയ്യുന്ന പ്രഹസനം തന്നെ. 2 സൈഡിലുള്ള ഫോട്ടോസും ഒന്ന് കാണിച്ചു തരിക. അത് എപ്പോഴും നിങ്ങളെ കാണിച്ചു തരുമ്പോൾ എന്തോ ഒരു മനസ്സന്തോഷാട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ലേ. പിന്നെ എന്താ പറയുക, ഞങ്ങളുടെ നാടിൽ കുറച്ച് ഉൾഗ്രാമങ്ങളിലൂടെയാണ് പോയത്. അപ്പം ഭയങ്കരമായിട്ട് 2 സൈഡിലും റബ്ബർ തോപ്പൊക്കെ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സ്ഥലത്തിലൂടെ ആട്ടോ ഞങ്ങൾ പോകുന്നത്. ഷോട്ടടിക്കുന്നതാണ്. പക്ഷേ എന്ത് ഭംഗിയാണെന്നറിയോ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. കല്യാണമൊക്കെ വരുന്ന സമയത്ത് ചിലർ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയക്കാട്ടോ സെലക്ട് ചെയ്യുക. അത്രമേൽ ഭംഗിയാണ് കാണാൻ. പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ സ്ഥലം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഭയങ്കര ഭംഗി. നമ്മളെ ഒരു പീസ്ഫുള്ളാക്കി നിർത്തുന്നൊരു സ്ഥലം. പ്രഷർ കൂടിയ ആൾക്ക് ഒരു മിഠായി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഡയറി മിൽക്കിൻ്റെ ഭയങ്കര ഇഷ്ടക്കാരിയാണ്. നോക്കുമ്പോൾ ഡയറി മിൽക്ക് 2 ചെറുതാണുള്ളത്. ചെറിയ 2 ഡയറി മിൽക്കേ ഉള്ളൂ അവിടെ. അവൾക്ക് വലുത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ചെറുത് 2 മേടിക്കാമെന്ന്. പിന്നീട് ഞാൻ പറഞ്ഞു നമുക്ക് വലുത് തന്നെ മേടിക്കാം, അടുത്ത ഷോപ്പ് പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അടുത്ത ഷോപ്പ് പോയി നോക്കി.
അടുത്ത ഷോപ്പിലെത്തി നോക്കുമ്പോൾ ഒന്നല്ല 9 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ മാതിരിയാണ്. എല്ലാ മോഡലും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ബബിളിയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ബബിളി എടുക്കാമെന്ന്. വേറെ 1-2 എണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നു. ബബിളി എടുത്തു. 114 രൂപയാണ് അവർ മേടിച്ചത്. ഇതല്ല കേട്ടോ, ബബിളിയാണ് എടുത്തത്. അങ്ങനെ ഡയറി മിൽക്ക് മേടിച്ചു. ഒരു കാലത്ത് ഇതിൻ്റെ ഭയങ്കര ഫാനായിരുന്നു കേട്ടോ ഞാൻ. പിന്നീടെപ്പോഴോ എനിക്ക് മൈഗ്രെയിൻ വന്ന് തുടങ്ങിയപ്പം മധുരം പറ്റാതായപ്പം എൻ്റെ ഇഷ്ടത്തുനിന്ന് മാറ്റി നിർത്തിയതാ. അങ്ങനെ ആളെ കണ്ടു. ദേ ആൾക്ക് ബബിളി കൊടുത്തു കേട്ടോ. ഭയങ്കര സന്തോഷമായി. അതെ കട്ടൻ ചായ. 2 ദിവസം ക്ലാസ് എടുക്കും. ഇവിടെ ചോദിച്ചു മൊല്ലിയാരി അൽ മൊല്ലിയാരക്ക തങ്ങള് പോക്കറ്റ്. എനിക്ക് വേണ്ട ഇതെന്റെ ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ് വാപ്പിൻ്റെ കൂടെ കുറച്ച് റീലൊക്കെ എടുത്ത്. ഇങ്ങനത്തെ അവസരങ്ങളിലല്ലേ നമുക്ക് വാപ്പാടെ കൂടെ റീലെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ റീലെടുത്ത് അതിൻ്റെ കുറച്ച് റീലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പോസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം കേട്ടോ ഞങ്ങൾ അവിടുന്ന് പോരുന്നത്. അങ്ങനെ അധികം വൈകാതെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. മക്കൾ സ്കൂളിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ലേറ്റ് ആവാൻ നിന്നിട്ടില്ല. കാരണം വൈകിട്ട് ഭയങ്കര ബ്ലോക്കായിരിക്കുമല്ലോ. ആ ബ്ലോക്കായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ച് പോയത് കൊണ്ടായിരിക്കാം, നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ ഞാൻ വീട്ടിലെത്തി. ബാപ്പി എന്നെ താമരശ്ശേരി സ്റ്റാൻഡിലാക്കി തന്നു കേട്ടോ. പുറത്തുനിന്നൊക്കെ കയറി വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും. സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ നമുക്ക് സീറ്റുള്ള ബസ്സിൽ നോക്കിയിട്ട് കയറാം. വൈകുന്നേരത്തെ സമയമാണല്ലോ, അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ എന്നെ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് നിർത്തി. ഞാൻ അവിടുന്ന് ശ്രീലക്ഷ്മി ബസ്സിൽ കയറി പോന്നു. ബസ്സിൽ കയറി തിരിച്ച് കൊയിലാണ്ടിക്ക് പോകുന്ന സമയത്താണ് ഉമ്മാനെ വിളിച്ച് പറയുന്നത്, ഉമ്മ ഞാൻ ഇത്രയിടം വരെ വന്നിട്ടുണ്ടായിരുന്നു, ഞാനങ്ങ് പോവുക കേട്ടോന്ന്. അപ്പോഴാ ഉമ്മ അറിയുന്നത് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞ അവൾക്ക് ഇങ്ങനെ വയ്യാന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് വന്നു നോക്കിയതായിരുന്നു. വീട്ടിലോട്ട് വരാനുള്ള സമയം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് ഉമ്മാനോട് ബസ് കയറിയതിന് ശേഷം പറയുന്നതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ അതും പറഞ്ഞ് ഞാൻ നേരെ ബസ്സിലിരുന്നു. ഞാൻ വിചാരിച്ചു സുന്ദരമായിട്ട് എത്തുമെന്ന്, പക്ഷേ തെറ്റിപ്പോയി, ബ്ലോക്കായിരുന്നു. ബ്ലോക്കെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മക്കളെ ബ്ലോക്ക്. പക്ഷേ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം നിർത്തിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് വേഗം കഴിഞ്ഞതുകൊണ്ട് വേഗം എത്തി. അങ്ങനെ അക്കുഡേറ്റിലെത്തി. മോൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൻ്റെ കൂടെ വീട്ടിലോട്ട് പോവുകയാണേ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ആദ്യം ഭക്ഷണം കഴിക്കണം, കാരണം ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ടില്ലായിരുന്നേ. അവളുടെ വീട്ടിലും ഇല്ലായിരുന്നു. അപ്പോൾ ചോറ് തിന്നിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യവും എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് പ്രൊഡക്റ്റൊക്കെ വാങ്ങിയ കണ്ടില്ലായിരുന്നോ, അതിൻ്റെ വേറൊരു വീഡിയോ ആക്കിയിട്ടിടാം. ഇതാകുമ്പോൾ ഒരുപാട് ലെങ്ത് ആവും, അതുകൊണ്ടാണ്.